നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൈനിക സംവിധാനം മിലിറ്ററി സിസ്റ്റം ഓഫ് മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സൈനിക സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർക്കുന്നു, അതാണെന്ന് തോന്നുന്നു. ആ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സൈനിക സംവിധാനം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിൻ്റെ ഭദ്രതയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി ശക്തമായ ഒരു സേനാ വിഭാഗത്തെ മൗര്യ രാജാക്കന്മാർ നിലനിർത്തിയിരുന്നു. ഈ മൗര്യ സൈന്യത്തിന് 6 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അതിൽ നാവികസേന, നാവിക മേഖല അവരുടെ കൈകളിലായിരുന്നു. അല്ലെങ്കിൽ സേന അല്ലെങ്കിൽ നാവികസേന എന്ന് പറയുന്നത് ഒന്ന് കാലാൽപ്പട, കുതിരപ്പട, ആനപ്പട, തേര്, ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ എന്നതിനകത്ത് വരുന്നതാണ്. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറച്ചുകൂടി. അപ്പം മനസ്സിലാക്കുക, മൗര്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന മിലിറ്ററി സിസ്റ്റത്തിന് 6 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നാവികം, അശ്വം, ഗജം, കാലാൾ, തേര്, ഗതാഗതം. അപ്പം ഇങ്ങനെ 6 വിഭാഗങ്ങളായിട്ട് 6 ഗ്രൂപ്പുകളുള്ള ഒരു ശക്തമായ ഒരു മിലിറ്ററി സിസ്റ്റമായിരുന്നു മൗര്യ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ ഗ്രീക്ക് എപ്പിക്സ്, ഗ്രീക്ക് ഇതിഹാസങ്ങൾ, ഗ്രീക്ക് പുരാണങ്ങളിൽ, ഗ്രീക്ക് സാഹിത്യങ്ങളിൽ പറയുന്നുണ്ട് മൗര്യ രാജാക്കന്മാരുടെ സേനയെക്കുറിച്ച്. അതായത് ഏതാണ്ട് 60,000 കാലാൽപ്പട, 60,000 കാലാൽപ്പടയും 30,000 കുതിരപ്പടയും 9,000 ആനപ്പടയും മൗര്യ രാജാക്കന്മാർക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 60,000 കാലാൽപ്പടയും 30,000 കുതിരപ്പടയും 9,000 ആനപ്പടയും ഉണ്ടായിരുന്നതായിട്ട് ഗ്രീക്ക് പുരാണങ്ങളിലും സാഹിത്യങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ശക്തമായ ഒരു മിലിറ്ററി സിസ്റ്റം തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാർ നിലനിർത്തിയിരുന്നത്. ആൻഡ് എ കൗൺസിൽ ഓഫ് 30 മെമ്പേഴ്സ്, 30 അംഗങ്ങളുള്ള ഒരു കൗൺസിൽ. നേരത്തെ പാടലിപുത്രയുടെ കാര്യം പറഞ്ഞ കണക്ക് ഇതിന് 6 സബ് കമ്മിറ്റികൾ, 6 ഉപകമ്മിറ്റികളുള്ള ഒരു കൗൺസിൽ. പാടലിപുത്രയിലും അങ്ങനെയാണല്ലോ, ഒരു കൗൺസിൽ 30 അംഗം, പിന്നെ അതിന് 6 ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഇത് 6 സബ് കമ്മിറ്റികളുള്ള ഒരു കൗൺസിൽ, ഒരു മന്ത്രിസഭ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. മന്ത്രിസഭ എന്നൊന്നും അല്ല പറയേണ്ടത്, അതൊരു കൗൺസിലാണ്, സമിതിയാണ്. ആ സമിതിയിൽ 6 ഗ്രൂപ്പുകളുണ്ട്. ഇതിനകത്ത് 5 വീതം വെച്ച് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് പറയുന്നില്ലെങ്കിലും അതേ സിസ്റ്റം തന്നെയാണ്. പാടലിപുത്രയുടെ നഗര സംവിധാനം നടത്തിയതുപോലെയുള്ള സിസ്റ്റം തന്നെയാണ്. ഒരു വലിയ കമ്മിറ്റി, അതിനകത്ത് 6 ഉപകമ്മിറ്റികൾ. അവിടെ ചെയ്ത കണക്കിന് ഓരോ ഉപകമ്മിറ്റിക്കും ഓരോ ജോലികളുണ്ട്. പാടലിപുത്രയിലെ ഓരോ ഉപകമ്മിറ്റിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ സൈനിക സംവിധാനത്തിലും ഒരു പൊതുവായിട്ടുള്ള കമ്മിറ്റിയും അതിന് 6 ഉപകമ്മിറ്റികളും, ഓരോന്നിനും ഓരോ ജോലി. നമുക്ക് നോക്കാം. ഒന്നാമത്തത് നേവി, നാവിക കാര്യങ്ങൾ മൊത്തം നോക്കിയിരുന്നു അവർ. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷനാണ്, ഗതാഗതം. അതുപോലെ തന്നെ ഫുഡും, ഗതാഗതവും ഭക്ഷ്യധാന്യങ്ങളുമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു രണ്ടാമത്തത്. അപ്പോൾ ഒന്നാമത്തെ സൈനിക സംവിധാനം,
ഒരു വലിയ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ആ കൗൺസിലിനകത്ത് 6 ഉപ കമ്മിറ്റികളുണ്ടായിരുന്നു. ഓരോ കമ്മിറ്റിയും ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഒന്നാമത്തെ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് നാവികസേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ടാമത്തത് ഗതാഗതവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൂന്നാമത്തത് കാലാൾപ്പടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി, നാലാമത്തത് ആനപ്പടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി, അതുപോലെ തന്നെ അഞ്ചാമത്തത് രഥപ്പടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി, ആറാമത്തത് കുതിരപ്പടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഈ 6 ഉപഗ്രൂപ്പുകൾ ചേർന്ന ഒരു വലിയ കമ്മിറ്റി, അല്ലെങ്കിൽ ഒരു വലിയ കമ്മിറ്റിയിൽ 6 ഉപസമിതികൾ. ഓരോ ഉപസമിതികൾക്കും സബ് കമ്മിറ്റികൾക്കും ഓരോ ഡ്യൂട്ടി. ഒന്നാമത്തെ സബ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി നാവിക സേനയുടെ കാര്യങ്ങൾ, രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷനും ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മൂന്നാമത്തേത് കാലാൾപ്പട, അടുത്തത് ആനപ്പട, പിന്നീട് കുതിരപ്പട, പിന്നീട് രഥപ്പട. അപ്പം ഇത്രയും ഈ ഒരു രീതിയിലൂടെയായിരുന്നു ശക്തമായ സേനാ വിഭാഗത്തെ, സൈനിക സംവിധാനത്തെ അവർ നിലനിർത്തിയിരുന്നത്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ ഓർത്തു നോക്കുക, ഗതാഗതവുമായി ബന്ധപ്പെട്ട ഉപഗ്രൂപ്പ്, ഭക്ഷ്യവുമായി ബന്ധപ്പെട്ട. മറ്റ് 5-ൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു എന്താ പറയുന്നത്, വലിയ വിപുലമായ ഒരു ഫങ്ഷനാണ് ഇവർക്ക് ചെയ്യേണ്ടിയിരുന്നത്, വലിയ ജോലിയാണ് ഇവർക്ക് ചെയ്യേണ്ടിയിരുന്നത്. മറ്റ് 5 വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് they had more duties, more functions, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള, ചുമതലകളുള്ള ഒരു വിഭാഗമായിരുന്നു ഈ ഗതാഗതം. അവിടെ ചില ജോലികളെന്ന് പറയുന്നത് ഈ ഗുഡ്സുകൾ, ചരക്കുകൾ, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ കാളവണ്ടികൾ സജ്ജമാക്കുക, തയ്യാറാക്കുക, സൈനികർക്ക് അതുപോലെ തന്നെ സൈന്യത്തിലെ മൃഗങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം എത്തിക്കുക, സൈനികരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും മറ്റുമൊക്കെ സെർവൻസിനെയും സേവകരെയും ഒക്കെ എത്തിക്കുക. ഇങ്ങനെ കുറേ ജോലി യുദ്ധരംഗത്തവരില്ല, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് ഇവരാണ്. യുദ്ധസാമഗ്രികളായാലും മറ്റ് സാധനങ്ങളായാലും കൊണ്ടുപോകുന്നതിനുള്ള കാളവണ്ടികൾ സജ്ജമാക്കുക, പട്ടാളക്കാർക്കും സൈനികർക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണം എത്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ, ഈ സൈനികർക്ക് വേണ്ടുന്ന വേലക്കാരെ അല്ലെങ്കിൽ ജോലിക്കാരെ, സേവകരെ നിയമിക്കുക, ഇങ്ങനെയുള്ള ഒരു വിപുലമായ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഗതാഗതം. മൊത്തം 6 എണ്ണമാണ്. അറിയാമല്ലേ ഏതൊക്കെയാണെന്നുള്ളത്? ഞാൻ 6 എണ്ണത്തിൻ്റെ നിങ്ങൾക്കറിയാം. നാവികം, ഗതാഗതം, കാലാൾ, കുതിര, ആന, തേര്. ഈ 6 ഗ്രൂപ്പുകൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഓരോ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കും. അതിൽ രണ്ടാമത് പറഞ്ഞതിനാണ് വിപുലമായ ജോലി ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങ് കഴിഞ്ഞു. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദ മിലിറ്ററി സിസ്റ്റം ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി, മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ സൈനിക സംവിധാനത്തെക്കുറിച്ച് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് അബൌട്ട് അവരുടെ ജുഡീഷ്യറിയെ കുറിച്ച് ഞാൻ നോക്കാം. നമുക്ക് നീതിന്യായ വ്യവസ്ഥ. The Mauryans maintained a well judiciary system in the dynasty. സാമ്രാജ്യത്തിൽ നല്ലൊരു നിയമവ്യവസ്ഥ, ഒരു ജുഡീഷ്യറി സിസ്റ്റം സാമ്രാജ്യത്തിൽ ഇവർ നടപ്പിലാക്കിയിരുന്നു. രാജാവായിരുന്നു ഈ നീതിന്യായ വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത്.
രാജാവായിരുന്നു. അപ്പം നല്ലൊരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. മൗര്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നീതിന്യായ വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് രാജാവായിരുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ സുപ്രീം കോർട്ട്. രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായി കണക്കാക്കിയിരുന്നതും രാജാവിനെയായിരുന്നു. നല്ലൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. നീതിന്യായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് രാജാവ് മാത്രമായിരുന്നു. രാജാവായിരുന്നു രാജ്യത്തിൻ്റെ പരമോന്നത കോടതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം രാജാവിനെ. ആൻഡ് ഫോർ ക്രിമിനൽ ആൻഡ് സിവിൽ കേസസ്, ക്രിമിനൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിൽ ഉടനീളം they maintained official courts for handling the civil and criminal cases. സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിലാകമാനം രാജ്യത്തിലുടനീളം ഔദ്യോഗിക കോടതികൾ സ്ഥാപിച്ചിരുന്നു. സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിലാകമാനം ഔദ്യോഗിക കോടതികൾ സ്ഥാപിച്ചിരുന്നു. പണിഷ്മെന്റ് കൊടുത്തിരുന്നത് പല രീതിയിലൂടെയായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലൂടെയായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയിരുന്നത്, വിധിച്ചിരുന്നത്. ഒരു സ്മോൾ ക്രൈം, ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയ കുറ്റമാണ് ചെയ്തതെങ്കിൽ ഒരു പെനാൽറ്റി, ഒരു പെറ്റി കേസ്, ഒരു പിഴ ശിക്ഷയിൽ അങ്ങ് ഒഴിവാക്കാം. വലുതാണെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്, ഹാങ് ടു ഡെത്ത്, വധശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു. അപ്പോൾ ആ ശിക്ഷാവിധിയുടെ ആ ഒരു പ്രത്യേകത നോക്കുക. കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾ ചെയ്തെന്നും പറഞ്ഞ് വലിയ ശിക്ഷകളൊന്നും കൊടുക്കില്ല. ചെറിയ ചെറിയ ശിക്ഷ, ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ചെറിയ പിഴ ശിക്ഷകൾ അങ്ങ് ഒതുക്കുമായിരുന്നു. പക്ഷേ ശിക്ഷയുടെ കുറ്റത്തിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ വരെ നൽകിയിരുന്നു. ഇതാണ് അവരുടെ നീതിന്യായ സംവിധാനം. നീതിന്യായ സംവിധാനം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇതൊക്കെ ചിലപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ പറയുന്ന ഓരോന്നിനായിട്ട് ചോദിക്കാം. നീതിന്യായ വ്യവസ്ഥയിൽ ചുമ്മാ ഇതൊട്ടൊന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നീട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. രാജ്യത്തിൽ നല്ലൊരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് രാജാവായിരുന്നു. രാജാവിനെ പരമോന്നത കോടതിയായിട്ട് കണക്കാക്കിയിരുന്നു. സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഔദ്യോഗിക കോടതികൾ രാജ്യത്തിലാകമാനം സ്ഥാപിച്ചിരുന്നു. വ്യത്യസ്തമായ ശിക്ഷകളാണ് നൽകിയിരുന്നത്. ചെറിയ കുറ്റങ്ങൾക്ക് പിഴശിക്ഷയും വലിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ വരെ, അല്ലെങ്കിൽ വധശിക്ഷയും നൽകിയിരുന്നു. വളരെ സിമ്പിളാണ്. ആ രീതിയിലൊന്ന് വായിച്ചും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജുഡീഷ്യറി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് അബൌട്ട് അവരുടെ മറ്റ് വരുമാന മാർഗങ്ങൾ, രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു അവർ അവരുടെ ഇൻകം കണ്ടെത്തിയിരുന്നത്. നമുക്കറിയാം, Mauryan kings maintained a huge standing army and they had a well bureaucracy. ഒരു നല്ല ശക്തമായ ഉദ്യോഗസ്ഥ വൃന്ദവും വിപുലമായ സൈനിക സംവിധാനവുമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. ശക്തമായ ഒരു സൈനിക സംവിധാനവും വിപുലമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നു. ഈ സേനയ്ക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവരെ നിലനിർത്തുന്നതിന് ഒരു വലിയ ചെലവ് രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആയിരുന്നു. അത് ഭയങ്കരമായ ഒരു ചെലവായിരുന്നു. ശക്തമായ സേനയെയും ഉദ്യോഗസ്ഥന്മാരെയും നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു വൻതോതിലുള്ള ചെലവ് അവർക്ക് നേരിടേണ്ടി വന്നു.
അതിനുള്ള സോഴ്സസ് ആണ് നമുക്ക് നോക്കേണ്ടത്. വരുമാന മാർഗമുണ്ടായിരുന്നോ? മെയിൻലി ദ കളക്ടഡ് ടാക്സ്. പ്രധാനമായിട്ട് നികുതി ഇനത്തിലായിരുന്നു രാജാക്കന്മാർ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വരുമാനം കണ്ടെത്തിയിരുന്നത്, ഇൻകം കണ്ടെത്തിയിരുന്നത്. ഇമ്പോസിംഗ് ടാക്സ് അടിച്ചേൽപ്പിച്ചുകൊണ്ട്. കൂടാതെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ആൾക്ക് എന്തും കയറി അങ്ങ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ടാക്സ് കളക്ട് ചെയ്യുകയും അങ്ങനെയൊക്കെയായിരുന്നു എന്താ പറയുന്നത്, ഫൗണ്ട്സ് ദ ഇൻകം, അവർ വരുമാനം കണ്ടെത്തിയിരുന്നത്. നികുതികൾ അടിച്ചേൽപ്പിച്ചും രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ രാജാവിൻ്റെ നിയന്ത്രണത്തിലാക്കിയുമൊക്കെ ആയിരുന്നു അവർ രാജ്യത്തിൻ്റെ ഈ സേനാ വിഭാഗത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും നിലനിർത്തുന്നതിനുള്ള വരുമാനം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നു. കൂടാതെ മൈൻസ്, ഖനിപ്രദേശങ്ങളിൽ നിന്നും ലൈസൻസുകൾ കൊടുക്കുന്നതിൽ നിന്നും, ഇമ്പോർട്ടിംഗ് ടാക്സ് ആൻഡ് എക്സ്പോർട്ടിംഗ് ടാക്സ്, ഇറക്കുമതി കയറ്റുമതി തീരുവകൾ, ചുങ്കങ്ങൾ, ഇതുമൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം ആയിരുന്നുവെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് തന്നെയായിരുന്നു. ഭൂനികുതി ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ടാക്സിൽ നിന്നും അവർ വരുമാന മാർഗം കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് തന്നെയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഭൂനികുതി തന്നെയായിരുന്നു. ഭൂനികുതിക്ക് പുറമെ ഖനി, ലൈസൻസ്, ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ടാക്സ്, ഇറക്കുമതി കയറ്റുമതി തീരുവകൾ, ഇതുമൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം, പ്രധാനപ്പെട്ട വരുമാന മാർഗം ആയിരുന്നു മൗര്യ രാജാക്കന്മാർ. ഇതിൽ തന്നെ മൈനിങ്, ലിക്വർ, ഖനനം, മദ്യം, ട്രേഡ് ആൻഡ് വെപ്പൺസ്, മേക്കിംഗ് ഓഫ് വെപ്പൺസ്, ആയുധ നിർമ്മാണം, വ്യാപാരം, ഖനനം, മദ്യം തുടങ്ങിയവ സർക്കാരിൻ്റെ, രാജാവിൻ്റെ കുത്തകയായിരുന്നു, അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഖനനവും വ്യാപാരവും മദ്യവും ആയുധ നിർമ്മാണവുമൊക്കെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നത് കൊണ്ട് അതിൻ്റെ വരുമാനം മുഴുവൻ ഡ്രെയിൻ ടു ട്രഷറി ഓഫ് ദ ഗവൺമെൻറ്, ദ കിങ്, രാജാവിൻ്റെ ഖജനാവിലേക്ക് ഈ മേഖലയിലുള്ള പണം ഒഴുകിയെത്തി. അപ്പം വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സോഴ്സസ് ഓഫ് ഇൻകം മൗര്യ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ജലകര ഗതാഗത സൗകര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എവിടെയും ഏത് രാജ്യത്തിലായാലും ജലഗതാഗതമാണ് ശരിക്കും ഒരു രാഷ്ട്രത്തിന് പിടിച്ചു നിലനിർത്തുന്നത്. ശക്തമായിട്ട് ഒരു രാഷ്ട്രത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ആ രാജ്യത്തിൻ്റെ വാട്ടർ ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷനാണ്. ജലകര ഗതാഗതമാണ് ഒരു രാജ്യത്തിനെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. കാരണം ഫോർ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ്, വ്യാപാരം ശക്തമായിട്ടൊരു രാജ്യത്തിൽ വളരണമെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ, ഈ ജലകര ഗതാഗതം ശക്തമായാൽ മാത്രമേ ആ രാജ്യത്തിലെ ട്രേഡ്, ഗ്രോത്ത് ഓഫ് ട്രേഡ് ശക്തമാകൂ. വ്യാപാരത്തിൻ്റെ വളർച്ച ശക്തമാകണമെങ്കിൽ ജലകര ഗതാഗതം ശക്തമാകും. മാത്രമല്ല മൗര്യ ഡൈനാസ്റ്റിയിലെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നതുകൊണ്ട്
അവിടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര പ്രദേശത്തു നിന്നും മറ്റ് പ്രവിശ്യകളിലേക്ക് ഒരുപാട് സമയമെടുക്കും, ദൈർഘ്യമെടുക്കും എത്തപ്പെടാൻ. അപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് കേന്ദ്രത്തിലേക്ക് പോകണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കായാലും ആർക്കായാലും മറ്റ് പ്രവിശ്യകളിലേക്ക് പോകണം. അപ്പം അതിനൊക്കെ ഒരുപാട് ദൈർഘ്യമെടുക്കുമെന്നത് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് വളരെയേറെ കൂട്ടുവാൻ അവർ ശ്രമിച്ചു. ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് കൂട്ടണം. അപ്പോൾ ഒരുപാട് സമയമെടുത്തൊക്കെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകാം. പോകുന്ന വഴിക്ക് കൊള്ളക്കാരും മറ്റുമൊക്കെ ആക്രമിക്കാം രാത്രിയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ. അപ്പം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനും ഇവർ ശ്രദ്ധിച്ചു. കാരണം കേന്ദ്രത്തിൽ നിന്നും മറ്റു പ്രവിശ്യകളിലേക്ക് എത്തുവാൻ കൂടുതൽ സമയമെടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയ രാജാക്കന്മാർ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടുന്ന നടപടികളും ഈ കാലഘട്ടത്തിൽ എടുത്തു. അത്രയുള്ള കാര്യം. കേന്ദ്രത്തിൽ നിന്ന് മറ്റ് പ്രവിശ്യകളിലേക്ക് ഒരുപാട് സമയമെടുത്തിരുന്നു യാത്ര ചെയ്യുവാൻ. അതുകൊണ്ട് തന്നെ കുറേ കൂടി ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഒരുക്കുന്നതിനും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും വേണ്ടുന്ന നടപടികളും ഈ കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാർ എടുത്തു. അപ്പോൾ ഇതാണ് അവരുടെ വരുമാന മാർഗവും മറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൗര്യ ഡൈനാസ്റ്റിയാണ്. മൗര്യ രാജവംശത്തിൻ്റെ പ്രാധാന്യം, മൗര്യ രാജാക്കന്മാരുടെ രാജവംശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മളിന്ന് മൗര്യ രാജാക്കന്മാരുടെ മിലിറ്ററി പറഞ്ഞു, അവരുടെ ജുഡീഷ്യറി പറഞ്ഞു. മൗര്യ രാജാക്കന്മാരുടെ മിലിറ്ററി, അവരുടെ ജുഡീഷ്യറി, അവരുടെ എക്കണോമിക് സിസ്റ്റം, അവരുടെ സോഴ്സ് ഓഫ് ഇൻകം, സൈന്യത്തെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും അവരുടെ വരുമാന മാർഗത്തെയും കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തായിരുന്നു മൗര്യ രാജാക്കന്മാരുടെ രാജവംശത്തിൻ്റെ പ്രാധാന്യം. ഇൻ ദ 19th സെഞ്ച്വറി, ഏതാണ്ട് 19ാം നൂറ്റാണ്ടിലാണ് ദ ആർക്കിയോളജിസ്റ്റ്, ഗവേഷകർ, ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷകർ ഏതാണ്ട് 19ാം നൂറ്റാണ്ടിലാണ് ഈ മൗര്യ സാമ്രാജ്യത്തിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ എന്ന് പറയുന്നതിനെക്കാട്ടി ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ മൗര്യ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇവർ പഠിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടെന്നും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് പഠിച്ചത് ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ, പ്രാചീന ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഗവേഷകർ ആരംഭിച്ചത് ഇൻ ദ 19th സെഞ്ച്വറി എന്ന് പഠിക്കാം. പ്രാചീന ഇന്ത്യയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടുന്ന നടപടികൾ ഗവേഷകർ ആരംഭിച്ചത് 19ാം നൂറ്റാണ്ടിലാണ്. ഈ 19ാം നൂറ്റാണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യ വാസ് അണ്ടർ ദ കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് റൂൾ. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യ എന്ന് പറയുന്നത് കോളനി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിലാണ് ഈ ഗവേഷണം നടക്കുന്നത്, ദ മൗര്യ ഡൈനാസ്റ്റി. അപ്പം ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു മഹത്തായ ഒരു സാമ്രാജ്യമായിരുന്നു. ഇവരുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്, മൗര്യ സാമ്രാജ്യം നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ ആ മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഒരു വലിയ സാമ്രാജ്യം, ഒരു മഹത്തായ സാമ്രാജ്യമായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു സാമ്രാജ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി. The early historians in the 19th and 20th century, 19-20 നൂറ്റാണ്ടുകളെ ഹിസ്റ്റോറിയന്മാർക്ക് ഇതൊരു അത്ഭുതമായിരുന്നു, അമ്പരപ്പായിരുന്നു. ഇത്രയും വലിയൊരു സാമ്രാജ്യം പ്രാചീന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സാമ്രാജ്യം. ഹിസ്റ്റോറിയൻസ് ഇൻ ദ 19th and 20th century, 19-20 നൂറ്റാണ്ടുകളെ ചരിത്രകാരന്മാരെ അമ്പരിപ്പിച്ച ഒരു കാര്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. വലിയൊരു സാമ്രാജ്യം. അത് കണ്ടെത്തിയ ഗവേഷകരുടെ പുരാവസ്തു ഗവേഷകർ അത് വെളിപ്പെടുത്തിയപ്പോഴാണ്
മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് പുരാവസ്തു ഗവേഷകർ. ഇത് മനസ്സിലാക്കിയപ്പോൾ ചരിത്രകാരന്മാർ, ഹിസ്റ്റോറിയൻസ് അമ്പരന്നു. ഇത്രയും വലിയ സാമ്രാജ്യം പണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ സാമ്രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് ഏറെ ഒന്നും പഠിക്കാനില്ല. അവരുടെ എന്താ പറയുന്നത്, ശിലാലിഖിതങ്ങൾ, അതുപോലെ തന്നെ ഐഡൽസ്, പ്രതിമകൾ, കരിങ്കല്ലിൽ തീർത്ത പ്രതിമകളും ശിലാലിഖിതങ്ങളും ഒക്കെ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ഫോർ ദെയർ ആർട്ട്. മൗര്യ രാജാക്കന്മാരുടെ, മൗര്യ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ കലാവൈദഗ്ധ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് ആ കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങളും കരിങ്കല്ലിൽ തീർത്ത പ്രതിമകളും. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇനി ആ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, ആ പ്രാധാന്യം അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി പറയാനുണ്ട്. ഏതായാലും നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് കിടക്കാം.